കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടിയിട്ട് ഞാനും അപ്പവും കൂടിയിട്ട് അതിരടി സിനിമ കാണാന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ 11:30ക്കാണ് ഷോ. ഇപ്പൊ സമയം 10:20. തൊട്ടടുത്ത് തന്നെയാണ്. 2 തിയേറ്ററുകളിൽ സിനിമയുണ്ട്. വടക്കഞ്ചേരി ജയഭാരതിലും അതുപോലെ തന്നെ തങ്കം തിയേറ്ററിലും. അപ്പൊ ടിക്കറ്റ് കിട്ടുമെന്നൊന്നും അറിയില്ല. എന്തായാലും ടിക്കറ്റ് കിട്ടി. സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമയുടെ അഭിപ്രായം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പൊ നമുക്ക് നേരെ തിയേറ്ററിലേക്ക് പോവാം. ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള തിയേറ്ററാണ് കേട്ടോ ഈ തങ്കം തിയേറ്റർ. ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ ഞങ്ങളൊരു 10:25 കൂടി ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോൾ ഒരു മനുഷ്യനില്ല. അപ്പോൾ കുറേ നേരം അവൻ്റെ ചേട്ടനെ ഫോണിലൊക്കെ സംസാരിച്ച് നിൽക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ എടുത്തപ്പോഴും ഒരു മനുഷ്യന്മാരില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഓരോരുത്തരൊക്കെ വന്നു തുടങ്ങി. ഓൺലൈനിൽ ടിക്കറ്റ് ഒരുപാട് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്യാണ്ടിരുന്നത്. നേരെ തിയേറ്ററിൽ വന്നപ്പോൾ ബുക്ക് ചെയ്ത ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ആദ്യത്തെ ബാക്കിലുള്ള ഭാഗങ്ങളൊക്കെ ഫുള്ളായി തുടങ്ങി. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു 100 പേര് 150 പേരോളമൊക്കെ ഉള്ളൂ തോന്നുന്നു മൊത്തം തിയേറ്ററിൽ. എന്തായാലും ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു പേടി, പടം എങ്ങനെ ഉണ്ടാവും എന്ന്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ സിനിമയൊക്കെ കണ്ടു. ഞങ്ങളിത് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയാണ് കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, അതിരടി എന്ന് പറഞ്ഞ സിനിമ കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? എല്ലാം അടിപൊളി, എല്ലാരും അടിപൊളി അഭിനയിച്ചിട്ടുണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് മൂന്നാളിനെ ഇഷ്ടപ്പെട്ടു. മൂന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ ആരൊക്കെയാണ്. വിനീതും ടൊവിനോവും ബേസിലും. 3 പേരും. അതില് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബേസിലിന്റെ പ്രകടനം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ബേസിലാണ് ഹീറോ. നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല ആ ക്യാരക്ടറിനെ പറ്റിയിട്ട് വെയിറ്റ് ഒക്കെ കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ വെയിറ്റ് ഒക്കെ കുറച്ചു. നല്ലൊരു സിനിമയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഭയങ്കര ഹൈപ്പ് ഉള്ള അത്രയ്ക്കില്ല. എന്നാലും വേറെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്ന സിനിമകളെ പോലെ അത്രയ്ക്കില്ലെങ്കിലും ഒരു 75 മാർക്കൊക്കെ കൊടുക്കാം. ഒരു 10ല് 7.5 മാർക്കൊക്കെ കൊടുക്കാം. അപ്പോൾ നല്ലൊരു സിനിമയാണ്. നല്ല തമാശക്ക് തമാശയുണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്. എനിക്ക് തോന്നിയതാണ് കേട്ടോ. അത് നിനക്കോ? പിന്നെ നല്ലൊരു ചെറിയ കഥയാണെങ്കിലും ഒരു ആ കഥ നന്നായി എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ക്രൗഡ് ഉണ്ട്. പിന്നെ പാട്ടിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഒരു പാട്ട് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കിയൊക്കെ അത്രയ്ക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അത് ഇപ്പോഴത്തെ ഒരു അല്ലെ ട്രെൻഡിന്റെ പാട്ടുകളാണെന്ന് തോന്നണല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. നല്ലൊരു സിനിമ, അത്രേ ഉള്ളൂ. ഹൈപ്പ് സിനിമയല്ല, ഒരു ആവറേജിന് മുകളിലുള്ള സിനിമ. ഇഷ്ടപ്പെട്ടു, സൂപ്പറായി. അപ്പൊ അതിരടി തിയേറ്റർ എക്സ്പീരിയൻസ് ചിലപ്പോൾ OTT ഇത്ര ഒരു സുഖം തോന്നില്ല അല്ലേ കാണാൻ. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ സൗണ്ടും എല്ലാം ശരിക്കും നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ തന്നെയാണ് അതിന്റെ ഒരു ഭംഗിയുള്ളത്. ഞങ്ങളുടെ ഈ വടക്കഞ്ചേരി തങ്കം തിയേറ്ററിൽ തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു സിനിമ. പിന്നെ സിനിമ ലയിച്ചു നിൽക്കും, ബോറടി ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് നല്ല രസമായി പോയി. സെക്കൻഡ് ഹാഫ് കുറച്ച് ഇങ്ങനെ ഒരു കഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ലാഗ് ഉണ്ട്. ഇത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. അപ്പൊ ബൈ പറ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.